കുതിരാൻമല എന്നാണ് പേര്. ഇങ്ങനെ ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമോ കഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും? ഞാൻ ഭഗവാൻ പ്രാർത്ഥിച്ചിട്ട് ആളുടെ കയ്യിൽ കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ വിളിക്കും, കാര്യങ്ങൾ ശരിയാകും പറഞ്ഞു. ശരിയായി നിങ്ങളൊരു അന്നദാനം ഒരു ദിവസം പൂജ ചെയ്താൽ മതിയോ? ഒരാഴ്ചനുള്ളിൽ കാര്യങ്ങൾ ശരിയായി, ജോലി ശരിയായി, ആ കുട്ടി ഇങ്ങനെ തിരിച്ചു വന്നു. തിരുമേനി നമ്മൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞിരുന്നു. ശനി നേറുമ്പോൾ 2 ദിവസം അന്നദാനം ഉണ്ട്. മൂന്ന് ശനിയാഴ്ച അടുപ്പിച്ച് നടത്തിയ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. ഇവിടെ വന്നാൽ ഒരു സമാധാനം കിട്ടും. ആര് വന്നാൽ തൊഴിൽ സമാധാനം കിട്ടും. അങ്ങനെയാണ്. അന്ന് മണ്ഡലമാസത്തെ പദയാത്രക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. പരശുരാമനായി പ്രതിഷ്ഠ ചെയ്തതും ഒരു ഐതിഹ്യമുണ്ട്. ഇത് ശിവൻ സ്വയംഭൂവാണ്. ഇവിടെ 108 ധാര നടത്തിയ കാര്യങ്ങൾ സാധിക്കും. വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രം. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. നമസ്കാരം. യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നൊരു വ്യത്യസ്തമായ സ്ഥലത്താണ്. കുതിരാൻ തുരങ്കം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിൻ്റെ തൊട്ടടുത്തുള്ള കുതിരാൻമല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ. നമ്മൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ അയ്യപ്പസ്വാമിയാണ്. അപ്പോൾ ഇവിടുത്തെ പൂജകളും വഴിപാടുകളും അതുപോലെ തന്നെ ബാക്കി അമ്പലത്തിലെ എല്ലാ വിശേഷങ്ങളും നമ്മൾക്ക് അറിയാം. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 24 കിലോമീറ്ററും മണ്ണുത്തിയിൽ നിന്നും 16 കിലോമീറ്ററും കുതിരാൻ തുരങ്കത്തിൽ നിന്നും വെറും 3 കിലോമീറ്ററും അകലെയായിട്ടാണ്. തൃശ്ശൂരിൽ നിന്നും പാലക്കാട്ടേക്ക് ഒരു ദിവസത്തെ തീർത്ഥയാത്ര പ്ലാൻ ചെയ്തു വരുന്നവർക്ക് തീർച്ചയായും ഉൾപ്പെടുത്താവുന്ന ഒരു ക്ഷേത്രമാണിത്. പ്രകൃതിയുടെ പച്ചപ്പിൽ കുന്നിന്റെ ചെരുവിലായി ശാന്തസുന്ദരമായ പ്രകൃതി രമണീയമായ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പരിസരത്തെത്തിയാൽ തന്നെ നമ്മുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും. കുതിരാൻ തുരങ്കം വരുന്നതിന് മുൻപ് നാഷണൽ ഹൈവേ ഈ ക്ഷേത്രത്തിന് മുൻപിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതാണ് ഈ കാണുന്നത്. ഇതാണ് ക്ഷേത്രത്തിലേക്കുള്ള കവാടം. വനമധ്യത്തിലുള്ള ഒരു ക്ഷേത്രം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മനസ്സിൽ നമുക്ക് ഓടി വരും നിറയെ വൃക്ഷങ്ങളും കിളികളും അതുപോലെ തന്നെ കുറേ ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുപോലെ തന്നെ ഇവിടെ ഒട്ടും വ്യത്യസ്തമല്ല. നമ്മളിപ്പോൾ ഒരുപാട് കിളികളുടെ കരച്ചിൽ, അതുപോലെ വലിയ വലിയ മരങ്ങൾ നിറച്ച് കുരങ്ങന്മാർ, ഒരു പ്രത്യേക ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. പക്ഷേ തൊട്ടടുത്താണ് ഹൈവേ എങ്കിൽ പോലും ഇവിടെ എത്തുമ്പോൾ നമുക്ക് വളരെ ശാന്തസുന്ദരമായ ഒരു സ്ഥലം, നല്ലൊരു നമുക്ക് ഒരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെയാണ്.
നമസ്കാരം. നമസ്കാരം. നമ്മുടെ ഈ അമ്പലത്തിലെ മെയിൻ പ്രതിഷ്ഠ ഏതാണ്? ശാസ്താവാണ്. കുതിരപ്പുറത്തേക്കാണ് കുതിര ശാസ്താവാണ്. അതാണ് കുതിരാൻമല എന്നതാണ് പേര്. ഓ, ഇത് എങ്ങനെ, ഇതിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഐതിഹ്യമോ കഥ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അത് വേട്ടയ്ക്ക് പോയിട്ട് ഇരുന്ന സ്ഥലമാണ്. ഭഗവാൻ കുതിരപ്പുറത്തിന് വേട്ടയ്ക്ക് പോയിരുന്ന സ്ഥലമാണ്. പിന്നെ നമ്മള് കൊച്ചി രാജാവ് കുതിരവണ്ടിയിൽ വന്നപ്പോൾ ഇവിടെ തങ്ങിയിട്ട് പോയി എന്നാ പറഞ്ഞു. എന്നിട്ട് ഭഗവാൻ ഒരു ദർശനം കൊടുത്ത് ഞാൻ ഇവിടെ ഉണ്ട് പറഞ്ഞിട്ട് കുതിര വലിക്കാണ്ടായി. അപ്പൊ മുമ്പ് അവിടെ ഒരു ദിവസം താമസിച്ചിട്ട് വന്നിട്ട് പിന്നെ ഭഗവാൻ ദർശനം കൊടുത്തു എന്നാ പറഞ്ഞു. രാത്രി വന്ന് ഞാൻ ഇവിടെ എനിക്കൊരു വളക്ക് വെക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ പണ്ട് കാലത്ത് ദർശനം കൊടുത്തു. അങ്ങനെ ഇവിടെ 3 പൂജ. നേരത്തെ ശിവേലി ഉണ്ടായിരുന്നു, ഇപ്പൊ നിർത്തി. ഇപ്പൊ 3 പൂജ ശിവേലി, ചോറൂണുണ്ട്, ശനീശ്വരമുണ്ട്. മാസം 2ാം ശനിയാഴ്ചയായിട്ട് ശനീശ്വരമം നടത്തുന്നുണ്ട്. കുട്ടികൾക്ക് ചോറൂണും വഴിപാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്താനഭാരം തുലാഭാരം നടത്തിയ കാര്യങ്ങൾ സാധിക്കുന്നു പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ വന്ന് വഴിപാടും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ആൾക്കാർ എന്ത് വിചാരത്തിനും ഭഗവാൻ നടത്തി കൊടുക്കും. നീരാജനുണ്ട്, ഉള്ള പായസം, ഉണ്ണിയപ്പം, അങ്ങനെ ഒരുപാട് പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് പല സ്ഥലത്തുനിന്നും ഒരുപാടായിട്ട് വരുന്നുണ്ട് ആൾക്കാർ പല കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടി. 3 ആഴ്ച അടുപ്പിച്ച് വന്നാൽ ശരിയാവും. നമ്മൾ എന്ത് വിചാരിച്ചും ഭഗവാൻ നടത്തി കൊടുക്കും. അങ്ങനെ അന്നദാനം മെയിൻ വഴിപാടായിട്ട് വരുന്നുണ്ട്. ഭഗവാൻ ഒരു ദിവസം പൂജ, ചുറ്റുവിളക്ക്, അന്നദാനം നമ്മൾ വഴിപാട് നടത്ത കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. ശനി ഞായറും 2 ദിവസം അന്നദാനം ഉണ്ട്. എല്ലാ ആഴ്ചയും ശനി ഞായറും ഉണ്ട്. ആളുകൾ അപ്പൊ എവിടെന്നാ കഴിക്കാനൊക്കെ വരിക? പല സ്ഥലങ്ങളും വരും. എല്ലാ സ്ഥലമൊന്നും ഇല്ല, എല്ലാ ഭാഗത്തുനിന്നും വരും. സ്പോൺസറായിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു ദിവസം അന്നദാനം 5000 രൂപയാണ്. അങ്ങനെയാണ്. പിന്നെ താഴത്ത് കിരാതമൂർത്തി ഉണ്ട്. അവിടെ അതുപോലെ അങ്ങനെ കുരുതി പൂജയായിട്ട് നടത്തിയിട്ട് 3 ശനിയാഴ്ച അടുപ്പിച്ച് നടത്തിയ കാര്യങ്ങൾ സാധിക്കുന്നതാണ്. അങ്ങനെ അനുഭവമുണ്ട്. അപ്പൊ ആൾക്കാർ ചെയ്യാറുണ്ട് വന്നിട്ട്. പല ഈ ഇടയ്ക്ക് വന്നിട്ട് സന്താനമായും നടന്നു പറഞ്ഞിട്ട് ഉടനെ തുലാഭാരം, ആലപ്പുഴ, കൊല്ലം സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം കുട്ടികൾ വന്ന് തുലാഭാരം തൂക്കി കാര്യങ്ങളൊക്കെ ചെയ്തു. ഇത്രയും ഇതാണ്. ഇവിടെ വന്നാൽ ഒരു സമാധാനം കിട്ടും. ആര് വന്നാൽ തൊഴുത് സമാധാനം കിട്ടും. അങ്ങനെയാണ് അവര് പറയുന്നത്, നമ്മൾ പറയുന്നില്ല. പല സ്ഥലത്തുനിന്ന് വന്നിട്ട് ഇവിടെ തങ്ങിയിട്ട് താമസിച്ച് പോയവരും പറയുന്നത്. പിന്നെ മണ്ഡലമാസത്തെ പദയാത്രക്കാർക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കാറുണ്ട്. 5 ഭക്ഷണം സ്ഥിരം ചെയ്യാറൊക്കെ ഉണ്ട്. ശബരിമലയ്ക്ക് മുമ്പ് ഇടത്താവളം എന്നാ പറയുക. നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ കാക്കുന്ന 4 ശാസ്ത്രവന്മാരെന്നാ പറയും. പിന്നെയും കുറെ കഥകളുണ്ട്, എന്നാലും ചെറുതായിട്ടുള്ളൂ. എനിക്ക് അറിയാൻ പോലെ പറയാം. പരശുരാമനായി പ്രതിഷ്ഠ ചെയ്തതും ഒരു ഐതിഹ്യമുണ്ട്. 500 കൊല്ലം പഴക്കമുണ്ട്. 600 വർഷം പഴക്കമുണ്ടെന്നാ പറയും. നമ്മള് ഈ തൃശ്ശൂർ ജില്ലയിൽ 4 ശാസ്താവന്മാരുണ്ട് പറഞ്ഞിട്ട് അങ്ങനെയാണ്. അപ്പൊ 4 ശാസ്താവില് ഒരെണ്ണം ഇവിടെ മാത്രമാണ് കുതിരപ്പുറത്തേക്കുന്നത്. നമ്മള് ഇന്ത്യയിലായാലും കേരളത്തിലായാലും കുതിരപ്പുറത്തേക്കുന്ന ശാസ്താവ് ഇവിടെ ഭഗവാൻ ഇത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. ഇതാണ് മെയിൻ ആയിട്ട് ഉള്ളത്. നേരത്തെ പറഞ്ഞ ഒരുപാട് ആൾക്കാർ വരും, ഇപ്പോഴും വരുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാർ വരും. കുതിരാൻ തുരങ്കം വന്ന കാരണം ഇതിലുള്ള റോഡ് വണ്ടികളുടെ പോല് കുറഞ്ഞല്ലോ. കുറച്ച് സ്ഥിരം അത്ര ആൾക്കാരില്ല, എന്നാലും ശനി ആൾക്കാരുണ്ടാവും. അന്നദാനമൊക്കെ ഉള്ള കാരണം ആൾക്കാർ വരും. പിന്നെ ഇപ്പൊ രാവിലെ പോയിട്ടൊക്കെ അത്യാവശ്യം ആൾക്കാർ തൊഴാനൊക്കെ വരും. നമ്മൾ ഭഗവാനെ കാണാൻ പറ്റുമൊക്കെ വരാം, മടി പിടിക്കുന്നൊക്കെ വരില്ല. ഇവിടെ വന്ന് കിട്ടാൻ തിരിഞ്ഞു പോകണല്ലോ, ചെറിയൊരു മടി അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എവിടുന്ന് വിളിച്ചാലും ഭഗവാൻ കേൾക്കും. അങ്ങനെയാണ്. ഒരുപാട് ആൾക്കാർ വരും. MP-മാരും MLA-മാരും പല സ്ഥലത്തും നേരത്തെ വന്ന് വരാറുണ്ട്. സ്ത്രീകളുടെ ശബരിമല പറഞ്ഞിട്ട് ഉണ്ട്. കെട്ടി നിറച്ച് നമുക്ക് സ്ത്രീകൾക്ക് ഇവിടെ വന്നിട്ട് ചെയ്താൽ അഭിഷേകിച്ചിട്ട് കൊടുക്കും. നെയ്യഭിഷേകമൊക്കെ ചെയ്ത് കൊടുക്കും. ശബരിമല പോലെ തന്നെയാണ്. ഇത് 18-ാം പടിയാണ്. ഇപ്പൊ വരുന്നത് 18-ാം പടിയാണ്. സ്ത്രീകൾ കെട്ടി നിറച്ച് നോൽമെടുത്തിട്ട് നമ്മളിവിടെ അഭിഷേകം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. പ്രശ്നത്തിൽ കണ്ടതുമാണ്, അങ്ങനെ വന്നിട്ടുണ്ട്, ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ വ്രതം എടുത്തിട്ട് കെട്ടി നിറച്ച് വീട്ടിൽ നിന്ന് വന്നിട്ട് അഭിഷേകം ചെയ്തിട്ട് ക്ഷേത്രത്തിലെ ടൈമിങ് എങ്ങനെയാ? രാവിലെ 5 മണിക്ക് തൊട്ട് 11 മണിക്ക് അടയ്ക്കും. 11 മണിക്ക്. പിന്നെ ശനി ഞായർ അന്നദാനമൊക്കെ ഉള്ള കാരണം ഒരു 11:30 നമ്മൾ അടയ്ക്കും. വൈകുന്നേരം 5 മണി തൊട്ടിട്ട് 8 മണി വൈകിട്ട്. ശനിയാഴ്ച അന്നദാനം ഉള്ള കാരണം ഒരു അരമണിക്കൂർ വൈകും. സമയം 11 മണിയാണ്. കാലത്ത് 5 മണി തൊട്ട് 11 മണി വരെ. 11 മണി വരെ. തിരുമേനി മെയിൻ പ്രതിഷ്ഠ അയ്യപ്പസ്വാമി. കൂടാതെ പിന്നെ ഉപദേവതകൾ ഗണപതി, സരസ്വതി, മഹാവിഷ്ണു, പിന്നെ മുരുകൻ, മാളികപ്പുറത്തമ്മ. ഇത് ശിവൻ സ്വയംഭൂവാണ്. ഇവിടെ 108 ധാര നടത്തിയ കാര്യങ്ങൾ സാധിക്കും. പിന്നെ അവിടെ ഭുവനേശ്വരി, രക്ഷസ്, യോഗീശ്വരൻ, താഴത്ത് കിരാതമൂർത്തി, പുറത്ത് നാഗങ്ങളുണ്ട്. നാഗരാജാവും നാഗേഷി. ഇനി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വേറെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടോ? 2-3 കാര്യങ്ങളുണ്ട്. നമ്മള് ഒരു കുട്ടിന്റെ ജോലി വന്ന ഒരാൾ മുടക്കിയതാണ്. നമ്മൾ ആ കുട്ടി വന്ന് ഇവിടെ സങ്കടം കരഞ്ഞു വാർത്തിച്ചിട്ട് തൊഴുതുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ദൂരം നിന്ന് വന്നു. നമ്മൾ പാലക്കാട് വലവക്കോട് പറയും, ആ സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങൾ ജോലി ഒരാൾ മുടക്കിയായിരുന്നു. എന്റെ ജോലി സ്ഥിരം ജോലിയുള്ളതാണ്. മുടക്കിയിട്ട് പോയി. ഞാൻ ഭഗവാനെ വാർത്തിച്ചിട്ട് കുറച്ച് ഭസ്മം ആളുടെ കയ്യിൽ കൊടുത്തു. 2 ദിവസത്തിനുള്ളിൽ വിളിക്കും, കാര്യങ്ങൾ ശരിയാകുമ്പോൾ. അപ്പൊ ശരിയായി നിങ്ങളൊരു അന്നദാനം ഒരു ദിവസം പൂജ്യം ചെയ്താൽ മതിയോ. ഒരാഴ്ചനുള്ളിൽ കാര്യങ്ങൾ ശരിയായി, ജോലി ശരിയായി. ആ കുട്ടി പിന്നെ തിരിച്ചു വന്നു. നമസ്കാരം, ഞങ്ങള് നയം ചാനലിൽ നിന്നാണ്. നിങ്ങളിവിടെ അമ്പലത്തില് ആദ്യമായിട്ട് വരികയാണോ? ആദ്യമായിട്ട് വരികയാണല്ലേ. എവിടെയാ സ്ഥലം? പാലക്കാടാണ്. ഞങ്ങൾ പല ഭാഗത്തുനിന്നും പല സ്ഥലത്തുനിന്ന് വരുന്നത്. അപ്പൊ എങ്ങനെ ടൂറായിട്ട് വന്നതാണോ? അല്ല, ഗുരുവായൂർ അങ്ങനെ. ഓക്കെ, താങ്ക് യു. തൊഴുത് കഴിഞ്ഞല്ലോ.
അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആലപ്പുഴയിൽ നിന്ന് തുലാഭാരം വഴിപാട് നടത്തിയിട്ടുണ്ടായിരുന്നു. സന്താന ഭാഗ്യം ഇല്ലാണ്ട് ആലപ്പുഴ 2 സ്ഥലത്ത് നിന്ന്, കൊല്ലം കോട്ടയത്ത് നിന്ന്, അങ്ങനെ 2-3 സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ശനിയാഴ്ച ചോറും, കുട്ടികൾക്ക് ചോറിന് ഭയങ്കര പ്രാധാന്യം. പല സ്ഥലങ്ങളിലും ചോറ് കൊടുക്കാൻ ഇവിടെ വരാറുണ്ട്. ശനിയാഴ്ച, ഞായറാഴ്ച അങ്ങനെയായിട്ട് ദിവസങ്ങളിലൊക്കെ വരാറ്. ഈ ദിവസ പൂജ എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്? ദിവസപൂജ മൊത്തം ഒരു ദിവസത്തെ ഫുള്ള് പൂജയും, കാലത്ത് മുതൽ വൈകുന്നേരം വരെയുള്ള പൂജ. അവരുടെ പേര് നമ്മൾ വഴിപാടായി ചെയ്യും. എത്ര രൂപ അതിന്? ദിവസപൂജ 2000 രൂപ. പിന്നെ അഗസ്റ്റ് ഉണ്ട്, അത് ഫുള്ളായിട്ടുള്ള പൂജയാണ്, അത് 2500. പിന്നെ അന്നദാനത്തിന് 5000 രൂപ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള വഴിപാടായിട്ട് ചെയ്യാം. എന്തെങ്കിലും നമ്മൾ നേർന്നിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത ഭവന് സമർപ്പിക്കാതെ എന്ത് വേണമെങ്കിൽ നമുക്ക് കാര്യങ്ങളായിട്ട് ചെയ്യാം. തിരുമേനി ഒരുപാട് നന്ദിയുണ്ട്. ഇത്രയും പൂജയുടെ ഒരുപാട് തിരക്കുകളുടെ ഇടയിൽ ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ശരി. അശ്വാരൂഢനായി ഉള്ള അയ്യപ്പന്റെ പ്രതിഷ്ഠ വേറെ എവിടെയും ഇല്ലെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. ഉണ്ടെങ്കിൽ അറിയാവുന്നവർ കമന്റ് ചെയ്യണേ. ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും എല്ലാം നല്ല ഗംഭീര മഴയായിരുന്നു. ഈ ക്ഷേത്രത്തിൽ നിങ്ങൾ ആരെങ്കിലും മുൻപ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവം ഒന്ന് ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യണേ. ഇത്രയും നേരം ഞങ്ങളെ വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. നമ്മുടെ ഈ ചാനൽ നിങ്ങൾ തരുന്ന സ്നേഹമാണ് ഞങ്ങളുടെ സന്തോഷം. ഞങ്ങളെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.